നമസ്കാരം, പ്രവാസിയിലേക്ക് സ്വാഗതം. വിശദമായ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സൗദി അറേബ്യയിലെത്തി. റിയാദിലെ വിമാനത്താവളത്തിലെത്തി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനും അമീറിനൊപ്പമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യ സന്ദർശിക്കുകയും സൗദിയുടെ വിദേശകാര്യ മന്ത്രി ഫൈസൽ രാജകുമാറുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഖത്തറും സൗദിയും സംയുക്തമായുള്ള സമിതിയാണ് നിലവിലുള്ളത്. ഈ സമിതിയുടെ യോഗം റിയാദിൽ ചേരും. ഖത്തർ അമീറും സൗദി കിരീടാവകാശം യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഏതൊക്കെ രാജ്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് കഴിഞ്ഞ ആഴ്ച മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ വിഷയമായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. നേരത്തെ ഖത്തറുമായി ഉടക്കി നിന്നിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദിയും UAEയും ബഹ്റൈനും ചേർന്ന് ഖത്തറിനെതിരെ 4 വർഷം ഉപരോധം ചുമത്തുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടാണ് സമവായ ശ്രമങ്ങൾ തുടങ്ങിയതും നിരന്തര ചർച്ചയിലൂടെ പരിഹാരം കണ്ടതും. എങ്കിലും നയങ്ങൾ മാറ്റുവാൻ ഖത്തർ തയ്യാറായിരുന്നില്ല. 2021 സൗദി അറേബ്യ ഖത്തറിനെതിരായ ഉപരോധം പിൻവലിച്ചത്. പിന്നീട് ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കി. മാത്രമല്ല, നയതന്ത്ര പ്രതിനിധികളെ പുനഃസ്ഥാപിച്ചു. ഖത്തറുമായി കരാർ അതിർത്തി പങ്കിടുന്ന ഏക രാജ്യമാണ് സൗദി അറേബ്യ. ഖത്തറിന്റെ മറ്റ് അതിർത്തികൾ ജലമേഖലയാണ്. സൗദിയെ മാത്രം ആശ്രയിച്ച് വ്യാപാരം മുന്നോട്ട് പോരുന്ന ഖത്തർ ഉപരോധ കാലത്താണ് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം ശക്തമാക്കിയത്. ഖത്തറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വേളയിൽ സൗദി കിരീടാവകാശി ദോഹ സന്ദർശിച്ചിരുന്നു. 2034 സൗദി അറേബ്യയിലാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത്. പശ്ചാത്തല സൗകര്യം ഒരുക്കി വരികയാണ് സൗദി അറേബ്യ. ഈ വേളയിൽ കൂടിയാണ് ഖത്തറുമായി കൂടുതൽ സഹകരണത്തിന് തയ്യാറെടുക്കുന്നത്. ഇരു രാജ്യങ്ങളുടെ സംയുക്ത സഹകരണ സമിതിക്ക് കീഴിൽ നിരവധി സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മേഖലയിലും സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഈ കമ്മിറ്റികൾ ഇപ്പോൾ ചെയ്യുന്ന ദൗത്യം. മാത്രമല്ല, രാഷ്ട്രീയം, സുരക്ഷ, ധനകാര്യം, സാമ്പത്തികം, വ്യാപാരം, നിക്ഷേപം, സംസ്കാരം, മാധ്യമം തുടങ്ങിയ മേഖലകളെല്ലാം സഹകരണം ശക്തമാക്കുക എന്നൊരു തീരുമാനത്തിൽ സൗദിയും ഖത്തറും എത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പശ്ചിമേഷ്യയെ ബാധിക്കുന്ന കാര്യങ്ങൾ, പലസ്തീൻ ഇസ്രായേൽ തർക്കം എന്നിവയെല്ലാം. ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും ചർച്ച ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഖത്തറുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സൗദി ലക്ഷ്യമിടുന്നു എന്നതാണ് സ്വീകരിക്കാൻ കിരീടാവകാശി നേരിട്ടെത്തിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികളെ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് പരിശോധനകളിലെ ആശയക്കുഴപ്പങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഉടൻ തന്നെ പരിഹാരമാകുമെന്ന ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. നിലവിലെ കസ്റ്റംസ് നിയമങ്ങൾ പൂർണ്ണമായി പൊളിച്ചെഴുതുവാൻ ഒരുങ്ങുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതവും സുതാര്യമാക്കുവാനുള്ള നീക്കമാണിത്. പ്രത്യേകിച്ച് UAE പ്രവാസികൾക്കിടയിൽ നിലവിലെ നികുതിരഹിത സ്വർണ്ണാഭരണ പരിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. 2016 നിശ്ചയിച്ച ഈ പരിധി ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല എന്നാണ് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തിടെ ഇത് സംബന്ധിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ മന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം നൽകുകയായിരുന്നു. ഇന്ത്യയിൽ ഈ സ്വർണ്ണവില ഗ്രാമിന് 13,000 രൂപയ്ക്ക് അടുത്തും ദുബായിൽ ഏകദേശം 508 ദിർഹം ആയിരിക്കുമ്പോൾ 2016 നിശ്ചയിച്ച പരിധി അപ്രസക്തമായി. നിലവിൽ പുരുഷന്മാർക്ക് 20 ഗ്രാം, സ്ത്രീകൾക്ക് 40 ഗ്രാം എന്നിങ്ങനെയൊക്കെയാണ് നികുതിരഹിതമായി കൊണ്ടുവരുവാൻ അനുവദിച്ചിട്ടുള്ളത്. ഈ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഈ മൂല്യം വളരെ കുറഞ്ഞ തൂക്കത്തെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. പണിക്കൂലി കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പരിധിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ഏകദേശം 70% വരെ കുറയുന്നു. ഇത് സാധാരണ ആഭരണങ്ങൾ പോലും കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകുവാൻ കാരണമാകുന്നുണ്ട്. വിനോദസഞ്ചാരത്തെയും ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളെയും പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് നിലവിലെ നിയമങ്ങളൊക്കെ വിഘാതമെന്നാണ് പ്രവാസികൾ പറയുന്നത്. മെഡിക്കൽ ഉപകരണ ലംഘനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സൗദി അതോറിറ്റി നിയമ നടപടി സ്വീകരിക്കാം. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ നിർബന്ധിത മുൻകൂർ അനുമതി തേടാതെ ഉദ്ദേശിച്ച ഉപയോഗത്തിനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നത് നിയമലംഘനമാണെന്നാണ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. അനുമതി നേടാതെ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും വിൽക്കുകയും ചെയ്തതിന് ഒരു വാണിജ്യ സ്ഥാപനത്തെ പരിശോധനയിൽ പിടികൂടി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയ സാഹചര്യത്തിലാണ് അതോറിറ്റി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഉപഭോക്തൃ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ലംഘനങ്ങളോട് അതോറിറ്റി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിയമപ്രകാരം കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവോ 10 മില്യൺ റിയാൽ വരെ പിഴയോ കിട്ടും. ഈ മുൻകൂർ അനുമതി ഗുണനിലവാര മാനദണ്ഡങ്ങളും സുരക്ഷിത ഉപയോഗവും ഉറപ്പാക്കുന്നതിനാണ്. മാത്രമല്ല, സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങളുടെയും വിതരണ സംവിധാനത്തിന്റെ ലംഘനമാണെന്ന് സൗദി പ്രസ് ഏജൻസി വെളിപ്പെടുത്തി. ഉൽപ്പന്ന സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളെയും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഉദ്ബോധിപ്പിക്കുകയാണ്. 1999 എന്ന ടോൾ ഫ്രീ നമ്പർ വഴി ഇത്തരം ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാവുമെന്നും പൊതുജനങ്ങളോട് അതോറിറ്റി വ്യക്തമാക്കി.
ഇനി മറ്റൊരു മുന്നറിയിപ്പെന്ന് പറയുന്നത് റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഡിസംബർ 22 തിങ്കളാഴ്ച വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ യാത്രക്കാർ ബദൽ റൂട്ടുകൾ ഉപയോഗിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഷാർജ ദുബായ് റൂട്ടുകളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് ഈ റൂട്ടുകളിൽ വലിയ കാലതാമസവും നേരിട്ടിട്ടുണ്ട്. യുഎയിലെ ഏറ്റവും വലിയ പുതുവർഷാഘോഷത്തിന് വേദിയാകാൻ ഒരുങ്ങി അബുദാബിയിലെ അൽ വദ്ബ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് ഉന്നത സംഘാടക സമിതി അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഒരു മണിക്കൂറിൽ കൂടുതൽ നീളുന്ന ഭീമൻ വെടിക്കെട്ട് പ്രദർശനവും ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ഷോയും ആഘോഷത്തിന്റെ മുഖ്യ ഘടകമാകും. പുതുവർഷ രാവിൽ 5 ലോക ഗിന്നസ് റെക്കോർഡുകൾ സ്ഥാപിക്കാനുള്ള വെടിക്കെട്ട് പ്രദർശനം ഉണ്ടാകും. രാത്രി 8 മുതൽ അത് ആരംഭിച്ച 5 ഘട്ടങ്ങളായി നടക്കുന്ന പ്രദർശനം അർദ്ധരാത്രിയിൽ 62 മിനിറ്റ് നീളുന്ന മുഖ്യ ഷോയോടെ അവസാനിക്കും. ഏറ്റവും പുതിയ ലോഞ്ചിങ് വിഷ്വൽസിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അൽ വദ്ബയുടെ ആകാശം അടിപൊളിയാക്കും. 6500 ഡ്രോണുകൾ ഒറ്റയടിക്ക് 20 മിനിറ്റ് പറന്നുയരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ഷോയിൽ 9 ഭീമൻ കലാചിത്രങ്ങളാണ് ദൃശ്യമാകുക. ഡിജിറ്റൽ കൗണ്ട് ഡൗണും വെടിക്കെട്ട് പ്രദർശനവും സമന്വയിപ്പിച്ച് ഒരൊറ്റ വിഷ്വൽ ഷോയാണ് അവതരിപ്പിക്കുക. പൈതൃക സാംസ്കാരിക പരിപാടികളോടെ വിവിധ രാജ്യങ്ങളുടെ പവലിയൻ സ്പോൺസർമാരുടെ നയതന്ത്രജ്ഞരുടെ പങ്കാളിത്തം എന്നിവയോടെ സാംസ്കാരിക കൈമാറ്റത്തിന്റെ ആഗോളവേദിയായി ഫെസ്റ്റിവൽ മാറും. അൽ അയാല, അൽ റസ്ബ, അൽ നത്ബ തുടങ്ങിയ എമിറാത്തി പൈതൃക നൃത്തങ്ങൾ 100 കണക്കിന് കലാകാരന്മാർ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര ഗ്രൂപ്പുകളുടെ പ്രകടനങ്ങളും ഉണ്ടായിരിക്കും. പവലിയനുകളിൽ കാർണിവൽ, സംഗീത പരിപാടികൾ, കുട്ടികൾക്കായി പ്രത്യേക വേദി എന്നിവ സജ്ജമായിരിക്കും. 2025 ഡിസംബറിൽ തുറന്ന അമ്യൂസ്മെന്റ് പാർക്കും പുതുവർഷ ആഘോഷത്തിന് മാറ്റുകൂട്ടും. എൻട്രി എക്സിറ്റ് കവാടങ്ങൾ വർദ്ധിപ്പിക്കൽ, നടപ്പാതകൾ വിപുലീകരിക്കൽ, ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക ടീമുകൾ, സുരക്ഷാ മെഡിക്കൽ സേവനങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിപുലമായ ഓപ്പറേഷണൽ പ്ലാനുകൾ സമിതി പ്രഖ്യാപിച്ചു. പുതുവർഷ രാത്രിയിൽ തടസ്സമില്ലാതെ പ്രവേശിക്കാൻ ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പിന്തുടരാനും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സമിതി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത്രയും വലിയൊരു മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി പ്രവാസികളും തയ്യാറായിക്കോളും. ഇനി റിയാദ്, ദോഹ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുകയാണ് രാജ്യങ്ങൾ. റിയാദിൽ നടന്ന സൗദി കിരീടാവകാശി ഖത്തർ അമീർ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലൊരു ധാരണ നടന്നിരിക്കുന്നത്. ദമാം, അൽ ഖുഫൂം ഉൾപ്പെടെയുള്ള നഗരങ്ങളുടെ കടന്നു പോകുന്ന ഈ റെയിൽവേ പാത സൗദി അറേബ്യയുടെ വിഷൻ 2030 ഖത്തറിന്റെ നാഷണൽ വിഷൻ 2030 ലക്ഷ്യമിട്ടുള്ളതാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ സൗദി സന്ദർശനത്തിനൊടുവിൽ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ റിയാദിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രാ സമയം വെറും 2 മണിക്കൂർ മാത്രമാകും. ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 300 കിലോമീറ്റർ കൂടുതലായിരിക്കും. 785 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാത ഒരുങ്ങുന്നത്. റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളവും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം നേരിട്ട് ബന്ധിപ്പിക്കുന്നതാകും ഈ ഒരു പദ്ധതി. പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർ ഈ സർവീസ് ഉപയോഗിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്കായി 5 സ്റ്റേഷനുകളും സജ്ജമാക്കും. 6 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുന്ന പദ്ധതിയിലൂടെ ഇരു രാജ്യങ്ങളുമായി ഏകദേശം 30,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുക.